തൃശൂർ കൊടുങ്ങല്ലൂരിൽ കൊലക്കേസ് പ്രതിയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. എറണാകുളം കൂനമ്മാവിലെ ഇവാഞ്ചലിക്കൽ ആശ്രമം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനും സഹായികളുമടക്കം അറസ്റ്റിലായ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി ശേഖരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അഗതി മന്ദിരത്തിലെ അന്തേവാസിയാണ് സുദർശനെ അതിക്രൂരമായി മർദ്ദിച്ചതും ആക്രമിച്ചതുമാണ് അധികൃതർ നൽകുന്ന വിവരം. പക്ഷേ ഇത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തില്ല. ആക്രമിച്ചയാളെ ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല. ആ റിപ്പോർട്ടിൽ റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ ജനനേന്ദ്രിയം മുറിച്ച് മാറ്റപ്പെടുകയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്ത സംഭവത്തിലാണ് അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂനമ്മാവിലെ എവാഞ്ചലിക്കൽ ആശ്രമത്തിലെത്തിച്ച സുദർശന് എങ്ങനെ ഇത്രയും വലിയ ക്രൂര പീഡനമേറ്റു? ആരാണ് മർദ്ദിച്ചത്? മൃതപ്രായനായ ഇയാൾക്ക് എന്തുകൊണ്ട് ചികിത്സ നൽകിയില്ല? എന്തിനു വേണ്ടി കൊടുങ്ങല്ലൂരിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു? തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവത്തിന് അഗതി മന്ദിരവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെ നടത്തിപ്പുകാരനായ അമൽ ഫ്രാൻസിസിനെയും സഹായികളായ ആരോമലിനെയും നിതിനെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. കൊലപാതക ശ്രമം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. സംഭവത്തിൽ ഇവർ മാത്രമല്ല പ്രതികളെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവാഞ്ചലിക്കൽ ആശ്രമവുമായി ബന്ധപ്പെട്ടും അമൽ ഫ്രാൻസിസുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ സംശയങ്ങൾ നിലനിൽക്കുന്നതിനാൽ വരാപ്പുഴ പോലീസിന് കീഴിൽ പ്രത്യേക FIR രജിസ്റ്റർ ചെയ്തും അന്വേഷണം നടത്തും. അതേസമയം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന സുദർശന്റെ ബന്ധുക്കൾക്കും കേസുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആലപ്പുഴ തുറവൂർ പോലീസിൽ ഇരുവരും പരാതി നൽകി. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, കൊടുങ്ങല്ലൂർ DYSP VK രാജു തുടങ്ങിയവർ മേൽനോട്ടം വഹിക്കുന്ന കേസിൽ കൊടുങ്ങല്ലൂർ പോലീസിന് പുറമെ ഇരിങ്ങാലക്കുട, ചാലക്കുടി, കൊടുങ്ങല്ലൂർ ഡാൻസാഫ് സംഘങ്ങളും അംഗങ്ങളാണ്. പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. 24 തൃശൂർ. സംശയങ്ങളേറെയാണ്. അന്തേവാസി ആക്രമിച്ചതാണെങ്കിലും അഗതി മന്ദിര അധികൃതർക്ക് ആശുപത്രിയിലെത്തിക്കാൻ എന്തേ താമസം? എന്തിന് കൂനമ്മാവിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ കൊണ്ടുപോയി വഴിയിൽ ഉപേക്ഷിക്കുന്നു? ആക്രമിച്ചതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? കാരണം ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ഒരു കൊലക്കേസ് പ്രതിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.